സോഷ്യൽ സയൻസ് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷണങ്ങളും. എന്താണ്? പീലിയുടെ ഗ്രാമത്തിലെ യാത്രയിൽ ആകാശത്തേക്കുള്ള കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചില്ലേ? അതൊക്കെ എന്താണ്? ആകാശത്ത് നമുക്ക് കാണാം, എന്തൊക്കെ കാണാം? പിന്നെ നക്ഷത്രങ്ങൾ കാണാം, ചന്ദ്രനെ കാണാം, അതൊക്കെ കാണാം. ഓക്കെ, അത് നമ്മളിപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ എന്താണ് വളരെ ചെറുതായിട്ടൊക്കെ കാണുന്നത്. എന്താണ്? ഭൂമിയിൽ നിന്ന് വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ എന്നത്. ഇനി അടുത്തൊരിതാണ്, നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനങ്ങൾക്ക് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഭൂമിയുടെ ഒരു ഗ്രഹമാണ്. എന്താണ് ഗ്രഹം? നോക്കാൽ എന്തൊക്കെയാണ് ഗ്രഹങ്ങൾ? അതായത് സ്വയം കറങ്ങുകയും സൂര്യനും വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് സൂര്യനെ വലയം വെക്കുന്ന ഗ്രഹങ്ങൾ നോക്കാം. ഒന്ന്, ബുധൻ. എന്താണ്? ബുധനാണ് ചിലപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ഏതാണ്? ബുധൻ എന്ന് പറയുമ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ശുക്രൻ എന്ന് പറയുന്നത് പ്രഭാത നക്ഷത്രം അഥവാ പ്രദോഷണ നക്ഷത്രം അഥവാ എന്നിനൊക്കെ അറിയപ്പെടുന്നതിനാണ് ശുക്രനെയാണ്. ഇനി എന്താണ്? ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. എന്താണ്? നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഭൂമി ഇതേതാണ്? ഗ്രഹമാണ്, ഭൂമിയാണ്. ഇനി എന്താണ്? ചൊവ്വ എന്നത്. ചൊവ്വ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ചൊവ്വ. എന്താണ് ചൊവ്വ? ചുവപ്പ് കളറിലാണ്, ചുവന്ന ഗ്രഹമാണ്. ഒന്നും കൂടി നോക്കാം എന്തൊക്കെ ഗ്രഹങ്ങൾ സവിശേഷതയാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം അതാണ് ബുധനാണ്. ഇനി പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്താണ്? ശുക്രനാണ്. ഇനി ഭൂമി എന്താണ്? ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. എന്താണ്? ചൊവ്വ. അതായത് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഇനി അടുത്താണ്, ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വ്യാഴത്തെയാണ് ഏറ്റവും വലിയ ഗ്രഹം. ഇനി വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ശനി. എന്താണ്? യുറാനസ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നതാണ് നെപ്റ്റ്യൂൺ. ഒന്നും കൂടി നോക്കാം. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. എന്നാൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം ഏതാണ്? അത് ശനിയാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? ഏറ്റവും തണുപ്പുള്ള ഗ്രഹം അതാണ് യുറാനസ് ആണ്. എന്നാൽ സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂൺ ആണ്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ശുദ്ധഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നാണ് സൗരയൂഥം. എന്താണ് സൗരയൂഥം എന്ന് ചോദിച്ചാൽ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നാണ് സൗരയൂഥം. എന്താണ് ഇത്? നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്ത്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞാരാണ്? അതാണ് നമ്മുടെ കോപ്പർനിക്കോസിനാണ് പറഞ്ഞത്. നിക്കോളസ് കോപ്പർനിക്കസ് ആണ് പറഞ്ഞത്. ഇദ്ദേഹം പോളണ്ടുകാരനായ ഒരു വാനശാസ്ത്രജ്ഞനാണ്. എന്താ പറഞ്ഞത്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം ഏതുകാരനാണ്? പോളണ്ടുകാരനാണ്. ഇനി സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ഇതിൽ കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരം കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്താണ്? സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ഇതിലെന്തുണ്ട്? കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്.
ഇനി എന്താണ് വാൽ നക്ഷത്രങ്ങൾ നോക്കാം. എന്താണ് വാൽ നക്ഷത്രങ്ങൾ? സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ. അതായത് ധൂമക്കേതുക്കൾ എന്നും പറയും. അഥവാ ധൂമക്കേതുക്കൾ പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളക്കുന്നു. എന്താണ് ശുദ്ധഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാ കഷ്ണങ്ങളാണ് ശുദ്ധഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാ കഷ്ണങ്ങളാണ് ശുദ്ധഗ്രഹങ്ങൾ. എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ? സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹണങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ള വസ്തുക്കളാണെന്ത്? കുള്ളൻ ഗ്രഹങ്ങൾ. അത് സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ള വസ്തുക്കളാണെന്ത്? കുള്ളൻ ഗ്രഹങ്ങൾ. എന്താണ് ഉൽക്കകൾ? ശുദ്ധഗ്രഹങ്ങളിൽ നിന്നും മറ്റു ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. അതായത് ഉൽക്കകൾ എന്ന് പറയുമ്പോൾ ശുദ്ധഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അതിവേഗത്തിലെത്തുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. രാത്രി സമയങ്ങൾ അവ അതിവേഗം സഞ്ചരിക്കുന്നു. തീപ്പൊരികളായി ആകാശത്തേക്ക് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡ് കൊണ്ട് ഇവ കത്തുന്നു. ഇനി എന്താണ് നക്ഷത്രമാസം? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലയം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലയം വെക്കാൻ ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം എത്ര ദിവസം വേണം? 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതിനാണ് എന്ത് പറയാം? നക്ഷത്രമാസം എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മുടെ ഭൂമി? നമുക്ക് നോക്കാം. നമുക്ക് സുനിത വില്യംസിനെ അറിയാം. എന്ന് പറഞ്ഞത് ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൽ ജനാലയുടെ മണിക്കൂർ ഞങ്ങൾക്ക് നോക്കിക്കാണാനായി ഭൂമിയുടെ ഗോളാകൃതി നമുക്ക് വ്യക്തമായി കാണാൻ പറ്റി. ആരോ പറയുന്നത്? നമ്മുടെ സുനിത വില്യംസ് ആണ് പറയുന്നത്. ഇനി എന്താണ് ബഹിരാകാശം? ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായി എവിടെ എത്തുന്നുണ്ട്? ബഹിരാകാശത്തെത്തുന്നുണ്ട്. ഇനി സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഏതാണ്? അതാണ് നമ്മുടെ ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീഴ്ത്തതുമായ ഗോളാകൃതിയാണ്. ഈ ഭൂമിക്ക് ഈ ആകൃതിക്ക് പറയുന്ന പേരാണ് ജിയോയിഡ് എന്നാണ് പറയുന്നത്. എന്താണ് ജിയോയിഡ് എന്നാണ് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഇനി എന്താണ് ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ എന്ത് പറയുന്നു? ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നെന്ന് വിശ്വസിക്കുന്നു. ഗ്രീക്ക് തത്വജ്ഞ തേൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണ് വിശ്വസിച്ചവരാണ്. പിൽക്കാലത്ത് മഗല്ലൻ പറഞ്ഞു അതേ ലോകം ചുറ്റുള്ള കപ്പൽ യാത്ര നടത്തിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അതായത് ഇവരൊക്കെ പറഞ്ഞു ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറഞ്ഞു. എന്നാൽ ലാസ്റ്റ് നമ്മുടെ മഗല്ലൻ എന്ത് ചെയ്തു? ഭൂമി മൊത്തം ചുറ്റി കപ്പൽ യാത്ര നടത്തിച്ച് എന്ത് തെളിയിച്ചു? ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഉരുണ്ടതാണെന്ന് തെളിയുന്നു. ഇത് ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഓക്കെ. പിന്നെ ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ എന്താണ്? ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് നോക്കാം, ഗ്ലോബ് നോക്കി തരാം. അതായത് ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ തന്നെ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ എന്താണ്? ഇരുട്ടാണുള്ളത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. അതായത് സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിന് അവിടെ എന്ത് ചെയ്യുന്നു? പകൽ അനുഭവപ്പെടുന്നു. ഇനി മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു? മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇതൊരു ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഇനി എന്താണ് രാത്രിയും പകലിന് കാരണം? എന്താണ്? ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഇതിന് കാരണം. അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. നമുക്ക് ഒരു സൈഡ് രാത്രി, ഒരു സൈഡ് പകൽ. ഓക്കെ.
ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടെന്നാണ്. അത് ഇവിടെയാണ്, നമുക്ക് എവിടെയാണ് പടിഞ്ഞാറ് പറയാം? പടിഞ്ഞാറ് ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് കിഴക്കോട്ടിക്കലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഓക്കെ, അതിനാലാണ് സൂര്യൻ കിഴക്കുദിക്കുന്നത്. സൂര്യൻ എവിടത്തേക്കാണ് ഉദിക്കുന്നത്? കിഴക്കുദിക്കുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നു, എന്നിട്ട് എവിടത്തേക്ക് ഇതാക്കുന്നു? പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാകാൻ 23 മണിക്കൂർ അഥവാ 56 മിനിറ്റ് അഥവാ 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. ഭൂമിക്ക് ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ അഥവാ 56 മിനിറ്റ് 4 സെക്കൻഡ് വേണം. ഇനി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെയും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. അത് ഒരു തവണയാണ്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് എത്ര ദിവസം വേണം? 365 ദിവസമാണ്. ഇതിന് ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണ ഫലമായിട്ടാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. എന്താണ് ഋതുക്കൾ? നോക്കാം. ഈ കഥ പോലെ നമുക്ക് വായിക്കാം. എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തനുടുപ്പ് നനക്കുന്ന ഇടവപ്പാതി മഴ. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെ സമാനമായ ചിങ്ങമാസം കടന്നു വരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുള്ളന്നെ ഓണത്തെ വരവേൽക്കുന്നു. കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. വൃശ്ചികം ജനുമാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിലെ ചില വൃക്ഷങ്ങൾ ഇലപൊഴിഞ്ഞു നിൽക്കുന്നതും കാണാം. കുംഭം മീനം ഇടം മാസങ്ങളെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വരണം. തൊടിയിൽ കാഴ്ച നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതി ആശ്രമത്തിലാണ്. ഇത് നമ്മുടെ മുത്തശ്ശി പഴയ കഥ പറഞ്ഞു കൊടുത്ത്. എന്താണ് സംഭവം എന്നറിയാം. എന്താണ്? നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ കാലാവസ്ഥ? നമുക്ക് വേനൽക്കാലം ഉണ്ടായിരുന്നു, നമുക്ക് മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്. ഓക്കെ, വേനൽക്കാലമുണ്ട്, മഴക്കാലമുണ്ട്, മഞ്ഞുകാലമൊക്കെ ഉണ്ട്. നമുക്കൊരു ദിനാന്തരീക്ഷം കാലാവസ്ഥയും പറ്റി നമുക്ക് നോക്കാം. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ഇനി എന്താണ് കാലാവസ്ഥ? ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി കാലാവസ്ഥയും ജനജീവിതവും ആരാണ്? നമുക്ക് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഇതൊന്ന് വായിച്ചു നോക്കാം. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളിലൂടെയും മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങുന്നു. സ്കീയിങ്ങും സ്കേറ്റിംഗ് തുടങ്ങിയ വിൻ്റർ സ്പോർട്ടുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടുന്നു. പണച്ചെലവുമുണ്ട്. ലാക്തിയുടെ ശരിയായ അയക് കാണുമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലവെല്ലാം ധവാളമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങൾ എല്ലാം വെള്ളക്കടലാസ് തോരങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാവും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാൻ നീണ്ട രാത്രികൾ. പകൽ വെളിച്ചം കൂടുതൽ 1-2 മണിക്കൂർ ഉണ്ടാവും. നീളം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിൻ്റെ ദാവള്യവും ആകാശത്തിൻ്റെ വെളിച്ചവും കൂടിക്ക നേരിയ നിലാവ് പറന്ന പോലെ തോന്നാം. ഇനി എന്താണ് പാതിരാ സൂര്യൻ്റെ നാട്? ഏതാണ് നമ്മുടെ പാതിരാ സൂര്യൻ്റെ നാട്? പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവ എന്നത്. ഏതാണ് പാതിരാ സൂര്യൻ്റെ നാട്? ഏതാണ്? നോർവയാണ് പാതിരാ സൂര്യൻ്റെ രാജ്യം. ഓക്കെ, ഇത് എപ്പം ചോദിക്കുന്നതാണ്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നോർവയാണ്. യൂറോപ്പിലെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധികകാലവും മഞ്ഞും മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്.